കിടക്കണ്ട വെള്ളം വരുന്നില്ലേ? പൈപ്പ് അടച്ചു അമ്മ, ഇനി വെള്ളം വരില്ല. ഇങ്ങോട്ട് വാ. ഞാനെ വിളിച്ചു നൈമണെ നൈമടി വന്നേ എന്താ കളിക്കാൻ വന്നിട്ട് ഇവിടെ വായോ, ഇവിടെ കൊണ്ടുപോക്കോ, ഇവിടെ കളിക്കാം. ഹലോ ഗായ്സ്, ഞാൻ രാവിലത്തെ ചായ പരിപാടിയിലാണ് കേട്ടോ. ചായക്ക് ഇന്ന് ചപ്പാത്തി ആയിരുന്നു. മൃദുവിനൊന്ന് ചപ്പാത്തി വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം ഞാൻ ഈ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കറി ഞാൻ എടുത്തിട്ടില്ല. ചപ്പാത്തി വെറുതെ കഴിച്ച് കുറച്ച് ബൂസ്റ്റും കുടിച്ചു. വിറകെടുക്കണ പരിപാടിയിലായിരുന്നു കേട്ടോ അമ്മ. അതാണ് ഈ കോസ്റ്റ്യൂമിലിരിക്കണം, ഷർട്ടൊക്കെ ഇട്ടിട്ട്. ഇത് നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രഥം മുറ്റത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇതായി നമുക്ക് വണ്ടി കയറി പോവാം. അപ്പോൾ അടി കൊടുത്തിട്ടുണ്ടോ? സോപ്പ് മേടിച്ചിട്ടുണ്ടല്ലോ. പോവാം. ഉറങ്ങി അവളെ ഗുണം കൊണ്ടുപോയില്ലേ ഞാൻ. ഉറങ്ങാണ്ട് അവിടെ വരെ പോയി കഴിഞ്ഞാൽ ജ്യൂസ് കഴിച്ചിരുന്നു. ഓക്കെ, അവച്ച് പാട്ടി പാടിയൊക്കെ തിന്നോളൂട്ടാ. കഥ മഞ്ഞത്തേക്ക് അല്ലെങ്കിൽ അമ്മക്ക് കഥ മഞ്ഞത്ത് തിന്നോളൂട്ടാ. നല്ല കൊമ്പായിരുന്നു. ആന കാട്ടിലൂടെ നടന്നു പോകുമ്പോ ഇപ്പൊ കഥ പറഞ്ഞ് കുറച്ച് കഴിയുമ്പോ തീർക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നല്ലാണ്ട് അമ്മടെ അടുത്തേക്ക് തിരിഞ്ഞിട്ടിരുന്നോ? അത് പറ്റില്ലല്ലേ? അപ്പൊ ലോകം കാണാൻ പറ്റില്ലല്ലേ? ഞാൻ ഉറങ്ങില്ല അമ്മ എന്ന് എനിക്ക് വാഗ്ദാനം തന്ന ആളാണ് കേട്ടോ ഇതേ ഈ കിടന്ന് ഉറങ്ങണത്. അങ്ങനെ പിന്നെ ഞങ്ങളിതേ ചോലൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഈ കുളം കണ്ടപ്പോൾ ഞാൻ കുറേ മാന്തി കുളം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആൾ എണീക്കണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഭക്ഷണം കഴിക്കണ സമയത്ത് ഞാൻ മാന്തി എണീപ്പിച്ചു. എന്നിട്ട് ഇതേ ചോറും പപ്പടം കൂട്ടിയിട്ട് മാവണിട്ടത് ഈ തലാട്ടപ്പോൾ കണ്ടു. ഓക്കെ, എന്താ അത് കുളത്തിലേ നീമി കിടന്ന് ചാടുണ്ടല്ലോ. ബാ ബാ കൈ പിടിക്കുക, പോവാ നമുക്ക്. വണ്ടി കയറി ഞങ്ങൾ പിന്നെ ലാൻഡ് ചെയ്തത് എൻ്റെ മാമയുടെ വീട്ടിലേക്കാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ദേ 2 എണ്ണം ഡോറിൻ്റെ ബാക്കിൽ ഒളിക്കുന്നുണ്ട്. ഹലോ, അങ്ങനെ അവിടുത്തെ കലാപരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഗായ്സ്, ഞങ്ങൾ നേരത്തെ വീട്ടിലേക്ക് പോട്ടോ. വീട്ടിലെത്തിയതും എൻ്റെ മോളത് അമ്മമ്മയ്ക്ക് ഒരു പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഗോതമ്പ് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അരി ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അരിയിൽ മുഴുവൻ ഗോതമ്പ് പറക്കിയിട്ടിട്ടുണ്ട്. ഇതിനി ആര് പറക്കി വെടുപ്പാക്കുന്നു ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നൈസായിട്ട് പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടെ വന്നാൽ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് മിറ്റടിക്കുക. ഇവിടെ പൂഴിമണ്ണാണ്. അപ്പോൾ ഞാൻ കുറച്ച് മിറ്റൊക്കെ അടിക്കാണ്ടായിരുന്നു, അതൊന്നും ഞാൻ അടിച്ച്. വൈകിട്ടായപ്പോൾ ചേട്ടൻ വന്നു, അമ്മയും അനിയനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മറ്റം പള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ ഞങ്ങൾ ഈ പെരുന്നാൾ കാണാൻ പോകട്ടെ. KKC എന്ന് പറഞ്ഞ ടീമിൻ്റെ തമ്പോലം ഉണ്ടായിരുന്നു.
അമ്മയ്ക്ക് കൊട്ടും മേളും പരിപാടിയൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. എന്ത് പരിപാടിക്ക് വിളിച്ചാലും വരാറൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല, ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞു വെച്ചെങ്കിലും പിന്നെ ശരി ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടിയുടെ കൂടെ പോയി. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കണ്ട്. ഋതുവിന് പിന്നെ പോപ്പർ പിടിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ഇന്നും ഉണ്ടായിരുന്നു. അവൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പള്ളിപ്പെരുന്നാളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവാണ് ഗൈസ്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഓക്കെ, ബൈ.